ഹായ് ഓൾ, വെൽക്കം ടു മെൻറ്റസ് കൊമേഴ്സ് അക്കാദമി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +2 തുല്യതാ പരീക്ഷയുടെ അക്ഷര കൈരളിയിൽ വന്നിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ 1 വേർഡ് ആൻസേഴ്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മാനേജ്മെൻറ്റിൻ്റെ സത്തയായി കണക്കാക്കുന്നത് ഏത് എന്ന് പറയുന്നുണ്ട്. ആസൂത്രണം, ഏകോപനം, നിയന്ത്രണം, ഉദ്യോഗവൽക്കരണം. കറക്റ്റ് ആൻസർ ഇസ് ഏകോപനമാണ്. ഏകോപനം, എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്നതാണ് മാനേജ്മെൻറ്റിൻ്റെ സത്തയായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ സാമ്പത്തിക പരിസ്ഥിതിക്ക് ഉദാഹരണമല്ലാത്തത് ഏത്? സാമ്പത്തികമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പലിശ നിരക്ക്, സാക്ഷരതാ നിരക്ക്, ഓഹരി വിപണി സൂചികകൾ, പണപ്പെരുപ്പ നിരക്ക്. ഓപ്ഷൻ ബി സാക്ഷരതാ നിരക്കാണ്. ബാക്കിയല്ലാതെ എന്താണ്? പണപരമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. തേർഡ് ക്വസ്റ്റ്യൻ, എന്തു ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന് മുൻകൂട്ടി തീരുമാനിക്കുന്ന മാനേജ്മെൻറ്റിൻ്റെ ധർമ്മമാണ് ഇത്? പ്ലാനിങ്, ആസൂത്രണമാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഒരു പ്രത്യേക ദൗത്യം നിർവഹിക്കുന്നതിനായി മാനേജ്മെൻറ്റ് ബോധപൂർവമായി രൂപകൽപ്പന ചെയ്യുന്ന സംഘടനയാണ് ബോധപൂർവം രൂപകൽപ്പന ചെയ്യുന്ന സംഘടന ഏതാണ്? ഔപചാരിക സംഘടന, അനൗപചാരിക സംഘടന, തിരശ്ചീന സംഘടന, ലംബ സംഘടന. ഇതിൽ ബിയും സിയും നമുക്ക് പഠിക്കാനേ ഇല്ല. ബിയും സിയും നമുക്ക് പഠിക്കാനേ ഇല്ല. ഇതിൽ വരുന്നത് മനഃപൂർവ്വം നമ്മൾ ഉണ്ടാക്കുന്നത്, ബോധപൂർവം ഉണ്ടാക്കുന്ന സംഘടന ഏതാണ്? ഔപചാരിക സംഘടനയാണ് കറക്റ്റ് ആൻസർ. അടുത്തത്, ചുവടെ നൽകിയിട്ടുള്ളവയിൽ ജോലി സ്ഥലത്തുള്ള പരിശീലന രീതി, ജോലി ചെയ്തുകൊണ്ടുള്ള പരിശീലന രീതി ഏതാണ് ഉദ്ദേശിക്കുന്നത്? അപ്രന്റീസ്ഷിപ്പ് പരിശീലനം, കേസ് പഠനം, കോച്ചിങ്, ഇൻറ്റേൺഷിപ്പ് പരിശീലനം. ഇതല്ലാത്തത് ഏത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോലി ചെയ്തുകൊണ്ടല്ല പഠിക്കുന്നത്. അപ്രന്റീസ്ഷിപ്പ് പരിശീലനവും കോച്ചിങ്ങും ഇൻറ്റേൺഷിപ്പും ഒക്കെ നമ്മൾ ജോലി ചെയ്തുകൊണ്ട് പഠിക്കുന്നതാണ്. കേസ് പഠനമാണ് അതിന് നമുക്ക് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് വരുന്നത്.